നിയന്ത്രണം വിട്ട് വട്ടം കറങ്ങിയ KSRTC ബസ് സ്കൂട്ടറിൽ തട്ടി സ്കൂട്ടർ യാത്രികനായ ലോഡിംഗ് തൊഴിലാളി മരിച്ചു. അപകടത്തിൽ KSRTC ബസിൽ നിന്ന് തെറിച്ചു വീണ ഡ്രൈവർക്കും ബസിലെ യാത്രക്കാർക്കും നിസാര പരിക്കേറ്റു. കോന്നി കുന്നന്നൂർ നെടിയകാലായിൽ 53-കാരനായ മുഹമ്മദ് ഇസ്മായിലാണ് മരിച്ചത്. മലയോര ഹൈവേയിൽ പത്തനാപുരം കടക്കാമണ്ണിനും പള്ളിമുക്കിനും മധ്യേയുള്ള വളവിൽ ശനിയാഴ്ച രാവിലെ 9-നായിരുന്നു അപകടം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും പുനലൂർ ഭാഗത്തേക്ക് വന്ന KSRTC സൂപ്പർ ഡീലക്സ് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. പുനലൂർ ഭാഗത്തേക്ക് പോയ ബസ് എതിർദിശയിലേക്ക് തിരിഞ്ഞ് മൺതിട്ടയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ബസ്സിലെ ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു വീണതിനെ തുടർന്ന് മറ്റൊരു യാത്രക്കാരൻ പെട്ടെന്ന് ബസ്സിന് ബ്രേക്കിട്ടത് കാരണം മൺതിട്ടയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകട സമയം ബസ്സിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും ഗുരുതരമായ പരിക്കില്ല. അങ്ങോട്ട് പോയ വണ്ടി ഞാൻ പത്തനാപുരത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുവാ. ഭയങ്കര സൗണ്ട് കേട്ടോണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാളിവിടെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയ ബസ്സായി തിരിഞ്ഞു കിടക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ 108 വിളിച്ചാൽ പുന്നൂരിലേക്ക് വിട്ടിട്ടുണ്ട്. ആരെ എന്താണെന്നൊന്നും അറിയത്തില്ല. ബസ്സിന്റെ ഡ്രൈവർക്ക് പരിക്കുണ്ട്. അദ്ദേഹത്തെ സെൻട്രൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബസ്സിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേട്ടോണ്ട് മഴയത്ത് പോയതോ മോളോ മരുമോനെ കിടന്ന് വിളിക്കുന്ന ഫോണ് എടുത്തോ. പുനലൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഫോക്സ് TV ന്യൂസ്, പത്തനാപുരം, പുനലൂർ.